ഹായ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് ഓർക്കിഡ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തൊണ്ടും കരിയും ഒന്നും ഇല്ലാതെ തന്നെ ഓർക്കിഡ് വളർത്തിയെടുക്കാം. അതുപോലെ നല്ല രീതിയിൽ പൂക്കൾ കിട്ടുവാനായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളവും അതൊക്കെ ഒന്ന് നോക്കിയാലോ. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ ഫ്ലവറിങ് ചെയ്യുവാനായിട്ട് നമുക്ക് നല്ല ഒരു വെട്ടം, നല്ല പ്രകാശം കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഓർക്കിഡ് സെറ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട്. പൂ ഇടുന്നില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, നമുക്ക് തൊണ്ടോ അതിൽ കരിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു മരത്തിൽ ഒരു ചെറിയ തൊണ്ടിൻ പീസ് ഫസ്റ്റ് വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിറയെ തൈകളായിട്ടുണ്ട്, നല്ല രീതിയിൽ പൂക്കളുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒറ്റ വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു ചെടി തന്നെയാണ് ഓർക്കിഡ്. അതുപോലെ തന്നെ നല്ല പ്രകാശമുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വേര് ഡ്രൈ ആവാതെ നോക്കണം. നമ്മൾ ഡ്രൈ ആവുകയാണെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക വേരിലേക്ക് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കറിയാമല്ലോ കാൽസ്യത്തിൻ്റെ അളവ് മുട്ടത്തോടിലാണ്. മുട്ടത്തോട് ഏറ്റവും നമുക്ക് മസ്റ്റായിട്ടുള്ള ഒരു വളം തന്നെയാണ് ഓർക്കിഡിന്. മുട്ടത്തോട് കഴുകി വൃത്തിയാക്കിയ ശേഷം, പുഴുങ്ങിയ മുട്ടത്തോടല്ല, അല്ലാതെ മുട്ടത്തോടാണ് നമ്മൾ ഉണക്കി നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല ഭസ്മം പോലെ പൊടിച്ചെടുക്കാം. ആ ഒരു പൊടി വെള്ളത്തിൽ കലർത്തിയ ശേഷം നമുക്ക് ഇതിൻ്റെ വേരിലേക്ക് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ആ വേര് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുവാണല്ലോ, അവിടേക്ക് ഒരാഴ്ചയിൽ ഒരു തവണ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വേര് ഡ്രൈ ആവാതെ നോക്കിക്കൊള്ളുക. അതുപോലെ തന്നെ നൈട്രജൻ്റെയും ഒക്കെ അളവ് നല്ലതുപോലെ അത്യാവശ്യമുള്ളൊരു ചെടി തന്നെയാണ്. അപ്പോൾ ചെടികൾ കൂടുതൽ പൂക്കൾ കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൽ ലേശം തൊണ്ടിൻ്റെ പീസും അതുപോലെ ചിരട്ടക്കരി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ലേശം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വേര് പുറത്തേക്ക് ഇങ്ങനെ ആ ഒരു ചട്ടിയുടെ പുറത്തേക്ക് ഉണ്ടാവുമല്ലോ, അവിടേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ മറ്റൊരു വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചായയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, തേയിലച്ചണ്ടി, അത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്നുകൂടെ നല്ലതുപോലെ തിളപ്പിച്ച് അതിലേക്ക് മുട്ടത്തോടും കൂടെ ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ബനാന പീലുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു ലിക്വിഡ് നല്ലതുപോലെ പിഴിഞ്ഞ് വേസ്റ്റൊക്കെ കളഞ്ഞ ശേഷം എടുത്ത ശേഷം അത് നമുക്ക് ഈ വേരിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റിനും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിറയെ പൂക്കൾ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ മറ്റൊന്ന് കടലപ്പിണ്ണാക്കാണ് കേട്ടോ. കടലപ്പിണ്ണാക്ക് ഇതുപോലെ 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നല്ലതുപോലെ പുളിപ്പിച്ചിട്ട് 4 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ വേരിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തണ്ടിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കിട്ടും. അല്ലാതെ തൊണ്ടോ അല്ലെങ്കിൽ കരിയോടെ ഒന്നും ആവശ്യമില്ല. വേരിലാണ് ഇതിൻ്റെ വളം കൊടുക്കേണ്ടത്. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റായിട്ടും അതുപോലെ തന്നെ എങ്ങനെ വേണമെങ്കിലും നല്ല വെയിലുള്ള ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കലും വേര് ഡ്രൈ ആവാതെ നോക്കുക. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കിഡ് നല്ല രീതിയിൽ, അതുപോലെ തന്നെ ഈ ഒരു പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു 2 മാസം വരെ ഒരു കേടും കൂടാതെ നമുക്ക് കിട്ടും. നല്ല ഭംഗിയാണ് കാണുവാനായിട്ട്. ഇപ്പോൾ തന്നെ പല പല വെറൈറ്റിയിലൊക്കെ ഉള്ള കളറുകൾ നമുക്ക് നഴ്സറികളിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം. പിന്നെ മുറ്റത്ത് നമുക്ക് ഞാൻ കണ്ടില്ല ഇതുപോലെ മരത്തിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കരിയോ അല്ലെങ്കിൽ തൊണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, മണ്ണിൻ്റെ ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും വീട് അലങ്കരിക്കാൻ പറ്റിയൊരു ചെടി തന്നെയാണ്. നമുക്ക് ഈ ഒരു ഇതുപോലെ നമ്മൾ മരത്തിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ പിടിച്ച് കിട്ടും. അപ്പോൾ ഈ ഒരു വളം മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളുടെ ചായയുടെ ഇടുമ്പോൾ വേസ്റ്റൊക്കെ കളയാതെ നമ്മൾ വെച്ചിരുന്ന ശേഷം അത് ഒന്നുകൂടി മുട്ടത്തോടും അതുപോലെ ബനാന പീലും ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം എടുത്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വേരിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. പൂക്കളിൽ കൂടുതൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്, പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് പൂക്കളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുട്ടത്തോട് ഇതുപോലെ പൊടിച്ചതിന് ശേഷം വെള്ളത്തിൽ നമുക്ക് ചാലിച്ചിട്ട് അത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ കിട്ടും. മറ്റ് കെമിക്കൽ വളങ്ങളൊന്നും യൂസ് ചെയ്യണ്ട. എന്ത് ഭംഗിയാണ് നോക്കേ. ഈ ഒരു പൂവെന്ന് വെച്ച് 2 മാസത്തേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ ഭംഗിയാണ്. അപ്പോൾ നമ്മളുടെ ഗാർഡൻ മനോഹരമാക്കാൻ ഏറ്റവും നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ബാൽക്കണിയിലൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നിറയെ തൈകളും കിട്ടും കേട്ടോ. ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നിറയെ തൈകളും ഒക്കെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഏത് തുടക്കക്കാർക്കും നല്ല രീതിയിൽ, അതുപോലെ ഒന്നും കൂടുതൽ മണ്ണിൻ്റെ ആവശ്യമില്ല, മണ്ണേ വേണ്ട. പിന്നെ കുറച്ച് ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റിൽ ഹാങ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തൊണ്ടും കുറച്ച് കരിയുടെ ആവശ്യമുണ്ട്. ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തൊണ്ടിൻ്റെയോ അല്ലെങ്കിൽ കരിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ പൂക്കൾ കിട്ടുകയും ചെയ്യും. ഇതുപോലെ വളങ്ങൾ നമ്മൾ തണ്ടിലും അതുപോലെ വേരിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി.
നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഓർക്കിഡ് പൂക്കാനായിട്ടുള്ള ഒരു വളത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ 100% സക്സസ്സായ ഒരു ഫെർട്ടിലൈസർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പൊന്നൂസ് വേൾഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.